ഇന്ന് ജൂലൈ 14 എങ്ങനെയാണ് ഗോൾഡ് മാർക്കറ്റ് മൂവ് ചെയ്യണേ നമുക്ക് നോക്കാം. 4 അവറിന്റെ ചാർട്ടിൽ ഓവറോൾ ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് ബെയറിഷ് മാർക്കറ്റ് ആണ്, ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഈ ഒരു ഫ്രാക്ടൽ സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം അല്ലെങ്കിൽ ഇവിടെയുള്ള ഓവറോൾ ഒരു ബ്രേക്കിന് ശേഷമുള്ള ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരു റിയാക്ഷൻ പോയിന്റ് ആയിട്ടാണ് ഈ ഒരു ഡിമാൻഡ് സോൺ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് നമുക്ക് 15 മിനിറ്റ്സിന്റെ ട്രെൻഡ് നോക്കുമ്പോൾ 15 മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ട് ഈ ഒരു സപ്ലൈ സോണിൽ എത്തിയതിന് ശേഷം ഇന്റേണൽ സ്ട്രക്ചർ ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ സെൽ എൻട്രീസ് നോക്കാം. അതല്ല 15 മിനിറ്റ്സിന്റെ ഓവറോൾ ഈ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം പ്രൈസ് റീട്രേസ് ചെയ്ത് 4 അവറിന്റെയും അതേപോലെ 50 മിനിറ്റ്സിന്റെ ഈ ഒരു സ്റ്റാക്ഡ് ഡിമാൻഡ് സോണിൽ എത്തിയതിന് ശേഷം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ എൻട്രീസ് നോക്കാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചറിന് ശേഷമുള്ള ഡൗൺ ട്രെൻഡ് ഈ ഒരു പുൾ ബാക്ക് വന്നിട്ട് ഈ ഒരു ഡിമാൻഡ് സോണിന് നമുക്ക് ബൈ എൻട്രീസ് നോക്കാം. അതല്ലെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോയി ഈ ഒരു സപ്ലൈ സോണിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലേക്ക് നമുക്ക് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സെൽ എൻട്രീസ് നോക്കാം. ഫൈൻ ലൈഫ് ആപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയി ഓരോ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഫോറക്സ്, കറൻസി, ക്രിപ്റ്റോ, പിന്നെ ഇന്ത്യൻ സ്റ്റോക്സിന്റെയും കമ്മ്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അതിലൂടെ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി ഫൈൻ ലൈഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.